Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയിലൊരു എയർലൈൻ ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ടീനേജേഴ്സിന് ഇടാൻ പറ്റുന്ന മെഷർമെൻറ്റാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ പറയുന്നത് നെറ്റ് മെറ്റീരിയലും അതുപോലെ തന്നെ ലൈക്ര പറഞ്ഞ മെറ്റീരിയലാണ്. നല്ല സ്ട്രെച്ചബിളായിട്ട് ബോഡി ഷേപ്പിൽ കിടക്കുന്നൊരു മെറ്റീരിയലാണ് ലൈക്ര മെറ്റീരിയൽ. അപ്പോൾ അത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സ്ലീവിലേക്ക് നമ്മൾ ക്യാപ് സ്ലീവാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവിലേക്കും യോക്ക് പോർഷനിലേക്കും നെക്ക് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒരു ടീനേജേഴ്സിന് ഇടാൻ പറ്റുന്ന മെഷർമെൻറ്റാണ്. സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് ഈ സെയിം മെഷർമെൻറ്റ് ഇട്ടാലും ഒരുവിധം തടിയുള്ളവർക്ക് എല്ലാവരും നല്ല ഭംഗിയിൽ ഇടാൻ പറ്റും. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ്സ് എല്ലാവരും മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ. എയർലൈൻ ഫ്രോക്കാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. ബിഗിനേഴ്സിന് വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് എയർലൈൻ ഫ്രോക്ക്. അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽ ആണെങ്കിൽ ഒന്നുകൂടി ഷേപ്പിലും കറക്റ്റായിട്ട് തന്നെ മെഷർമെൻറ്റ് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ എയിം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതിലൂടെ ചെറിയൊരു ഇൻകം വീട്ടിലിരുന്നിട്ടാണെങ്കിലും എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഫുൾ ആൻഡ് ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസാണ്. ചെറിയ രീതിയിൽ സ്റ്റിച്ചിങ് പഠിച്ച ആളാണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഒരുവിധം എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ട എമൗണ്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സസ് നല്ല മോഡലും നല്ല വെറൈറ്റിയിലും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ രീതിയിൽ സ്റ്റിച്ചിങ് അറിയുന്നവരാണെങ്കിൽ ഡെയിലി ഒരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക. നമുക്കായിട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി തെറ്റാൻ സാധ്യതയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. നമ്മുടെ തുണിയാണ്. നമ്മൾ നല്ല കോൺഫിഡൻസിൽ തന്നെ ചെയ്ത് നോക്കാം. ആ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ നമ്മുടെ ഡ്രസ്സസ് തയ്ച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പുറമത്തെ ട്രൈ ചെയ്യാൻ നോക്കുക. അങ്ങനെ ചെറിയൊരു ഇൻകം എനിക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അല്ലാതെ എനിക്കൊരു ഇൻകം കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഇൻകം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യതയല്ല. അപ്പോൾ 2-3 ഇൻകംസ് നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആ ഒരു മെയിൻ എയിം മാത്രമേ നമ്മുടെ ചാനലിലുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പുതിയ തുണി തന്നെ വേണമെന്നില്ല. ഓൾറെഡി യൂസ് ചെയ്ത മെറ്റീരിയലാണെങ്കിലും തുണിയാണെങ്കിലും അതിനെ ക്രിയേറ്റീവായിട്ട് മാറ്റിയെടുത്തിട്ട് അടിപൊളിയായിട്ട് ഒത്തിരി ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ യോക്ക് പോർഷന് നെക്ക് പീസ് നല്ല ഭംഗിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കൂടിയാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ക്യാപ് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ക്രോസ് ആയിട്ടാണ് ക്യാപ് സ്ലീവ് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് ക്രോസ് പീസ് പോലെ നല്ല വലിഞ്ഞ് വരുന്നത്. നമ്മുടെ മെറ്റീരിയൽ ലൈക്ര മെറ്റീരിയൽ ആയതുകൊണ്ട് ഓൾറെഡി ക്രോസ് ആണ്. അപ്പോൾ അത് ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ നെക്ക് പീസ് മാത്രം ക്രോസ് ആയിട്ട് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഒരു സ്ക്വയർ നെക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. യോക്ക് പോർഷനിൽ മാത്രം നെറ്റ് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപ് സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കുറച്ച് സമയം കൊണ്ട് നല്ല ഭംഗിയിലൊരു ടോപ്പ് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഒരു ബോയിൻ്റെ ക്ലിപ്പും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബോയിൻ്റെ ക്ലിപ്പും ഫൈനലി ഈ ഫ്രോക്കിനെ ഒന്നും കൂടി നല്ല ഭംഗിയാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്, സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് ഒരു 10 മിനിറ്റ്സിൻ്റെ വീഡിയോ ആണ്, അല്ലെങ്കിൽ ഒരു 12 മിനിറ്റ്സിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടും കൂടുതലാണ്. പക്ഷേ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ മേ ബി ഒരു 2-3 hours തന്നെ എടുക്കും ഈ ഒരു ഫ്രോക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുമിച്ച് ഒറ്റയടിക്ക് ഇരുന്ന് തുന്നാനായിട്ട് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുത്ത് പോകും. അപ്പോൾ ഡെയിലി ഹാഫ് ആൻ അവർ ആയിട്ട് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ഹാഫ് ആൻ അവറിൽ കട്ട് ചെയ്യുക മാത്രം ചെയ്യുക. അടുത്ത ഹാഫ് ആൻ അവറിൽ ഫ്രണ്ടും യോക്കൊക്കെ നല്ല ഭംഗിയിൽ കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഹാഫ് ആൻ അവറിൽ ബാക്ക് പോർഷൻ കംപ്ലീറ്റ് ചെയ്യുക, സ്ലീവ് അറ്റാച്ച് ചെയ്യുക. അതിന് നെക്സ്റ്റ് സൈഡ് അറ്റാച്ച് ചെയ്യുക, ഏറ്റവും ബോട്ടം പീസ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് തന്നെ ഇൻട്രസ്റ്റ് വരുന്ന രീതിയിൽ ചെയ്തെടുക്കുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 hours ഇരുന്നിട്ട് ഇതിപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു വെച്ചാൽ അതിൻ്റെ പെർഫെക്ഷൻ ഉണ്ടാവില്ല, നല്ല ഭംഗിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റില്ല. നമ്മുടെ മൈൻഡ് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു ബ്രേക്കിൻ്റെ ആവശ്യം വരും. അപ്പോൾ നമ്മുടെ മൈൻഡ് ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. അതാണ് പറയുന്നത്, നിങ്ങൾ എന്ത് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഡെയിലി ഒരു ഹാഫ് ആൻ അവർ അതിനായിട്ട് കൊടുക്കുക. മേ ബി പറ്റുമെങ്കിൽ ഹാഫ് ആൻ അവറിൽ 5 minutes ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഒരു ഹാഫ് ആൻ അവർ 1 hour കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ അത് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ട്രൈ ചെയ്ത ആളാണ് ഞാൻ. എൻ്റെ ബിഗിനിങ് സമയത്തൊക്കെ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കണമെങ്കിലോ പാൻറ്റ് തയ്ക്കണമെങ്കിലോ ഒക്കെ ഒരു 1 week എടുക്കും കേട്ടോ. ഇതുപോലെ തന്നെയാണ് ചെയ്തത്. ഒരു ഹാഫ് ആൻ അവറൊക്കെ എനിക്ക് കൊടുക്കാനുള്ള ടൈം ഉണ്ടാവുള്ളൂ. ഹാഫ് ആൻ അവർ കൊടുത്തിട്ട് ചിലപ്പോൾ കട്ടിങ് മാത്രം ചെയ്തിരിക്കും. അടുത്ത ദിവസം ഫ്രണ്ട് പോർഷൻ, നെക്സ്റ്റ് ദിവസം ബാക്ക് പോർഷൻ, അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് 1 weekലൊക്കെ ഞാൻ ഡ്രസ്സസ് കംപ്ലീറ്റ് ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു. അവിടുന്ന് പ്രാക്ടീസിലൂടെയാണ് ഇത്രയും ചേഞ്ചസ് വന്നത്. അപ്പോൾ ഇതേപോലെ ഇരുന്ന ബിഗിനേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആവും. എല്ലാ സ്കില്ലും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. പക്ഷെ അതിന് വേണ്ടതായ കറക്റ്റ് ടൈമിങ് കൊടുത്തിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ അത് പഠിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഫൈനലി നമ്മുടെ സ്റ്റിച്ചിങ് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നവരെയും ആയിട്ടുണ്ട്. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യുക, സൈഡ് ജോയിൻ ചെയ്യുക, ഏറ്റവും അടിഭാഗം ഒന്ന് മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ എ-ലൈൻ ഫ്രോക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫൈനലി നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള എ-ലൈൻ ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും നല്ല ഭംഗിയിൽ ട്രൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നല്ല സ്ട്രെച്ചബിളാണ്, ഏത് സൈസിലുള്ളവർക്കും നല്ല സ്ട്രെച്ചബിളായിട്ട് ബനിയൻ ക്ലോത്ത് പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനിപ്പോൾ ഒരു ബോയും കൂടി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ ഇപ്പോൾ ടീനേജേഴ്സ് എല്ലാവരും തന്നെ ഒരു ബോയൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. നല്ല ഭംഗിയിൽ ബോ ക്ലിപ്പൊക്കെ എല്ലാവരും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ അടിപൊളി ആയിട്ട് കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.